ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഒരു ന്യൂ മോഡൽ സ്വിഫ്റ്റിന്റെ, അത് ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ എഞ്ചിൻ അബ്നോർമൽ വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആണ്. അതായത് ഈ വാഹനം വണ്ടി ഐഡിലിംഗ് ഇട്ടാലും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും ഭയങ്കരമായിട്ട് എഞ്ചിൻ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വണ്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, അതായത് എഞ്ചിന്റെ ഒരു പവർ പുറത്തോട്ട് കിട്ടുന്നില്ല. അബ്നോർമൽ വൈബ്രേഷൻ ആയിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ പെട്രോൾ എഞ്ചിൻ മിസ്ഫയറിംഗ് വരുമ്പോൾ കിടന്ന് കുടയുന്നത് പോലെ എഞ്ചിൻ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ എന്താണ് ഇങ്ങനെ കംപ്ലൈന്റ് വരാനുള്ള കാരണമെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പരിശോധിക്കാം. എന്താണ് ഈ വാഹനത്തിന് ഇങ്ങനെ വരാനുള്ള കാരണമെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ഡീസൽ എഞ്ചിനാണ്. നമ്മൾ മിക്കപ്പോഴും നമ്മൾ പെട്രോൾ എഞ്ചിന്റെ മിസ്സിങ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഡീസൽ എഞ്ചിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ നമ്മൾ അധികം ചെയ്തിട്ടില്ല. ഡീസൽ എഞ്ചിൻ കുറച്ചാണ് അതിന്റെ വീഡിയോസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ളൊരു കംപ്ലൈന്റുകൾ വരുമ്പോൾ അതെന്താണ് അതിന്റെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്, എന്ത് കാരണം കൊണ്ട് വരാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുന്ന ഇതുപോലെ ഡയഗ്നോസിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയഗ്നോസിംഗ് വീഡിയോസ് മുഴുവനായിട്ട് തന്നെ കണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോൾഡ് ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസ്റ്റിക് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഒരു ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇത് ഡീസൽ എഞ്ചിനുള്ള സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്നും അബ്നോർമലായിട്ട് വൈബ്രേഷൻ വരുന്നു. അതുപോലെ വാണിംഗ് ലാമ്പ് കത്തിക്കിടക്കുന്നു. എഞ്ചിന് പ്രോപ്പറായിട്ടുള്ള പവർ, എഞ്ചിനിൽ നിന്നുള്ള പവർ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ ഇങ്ങനെ കുടച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പെട്രോൾ വണ്ടി മിസ്ഫയറിങ് വരുമ്പോൾ എഞ്ചിൻ കിടന്ന് കുടയുന്നത് പോലെ നമ്മുടെ എഞ്ചിൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാലും വണ്ടി മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് കസ്റ്റമറുടെ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. നമ്മൾ ഇഗ്നിഷൻ ഓണാക്കി വാണിംഗ് ലാമ്പ് എല്ലാം ഓൺ ആവുന്നുണ്ട്. MIL ലാമ്പും ബാറ്ററി ലാമ്പും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂവലും ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വാഹനം സ്റ്റാർട്ടായി. MIL ലാമ്പ് പോയിട്ടില്ല. ഹാൻഡ് ബ്രേക്കിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ അതാണ് ഉള്ളത്. പക്ഷേ നമുക്ക് എൻജിനിൽ നിന്നും വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. എൻജിൻ വൈബ്രേറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടിക്കൂടി വരും. നല്ല രീതിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വരും. MIL ലാമ്പും കൂടെയുണ്ട്. എൻജിൻ ഫ്ലക്ച്വേഷൻ, RPM ഫ്ലക്ച്വേഷനായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ എൻജിനിൽ നിന്ന് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി മൊത്തത്തിൽ കുടയുന്നത് പോലെ. നമ്മളിപ്പോൾ എൻജിൻ റൂമിൽ വന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻജിൻ കിടന്ന് നല്ല രീതിയിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. ഈ വൈബ്രേഷൻ കാരണം ഒട്ടും തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം ഫുൾ ബോഡി നല്ല രീതിയിൽ തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏതാണെങ്കിലും നമുക്കിനി ആ സ്കാൻ ടൂൾ കണക്ട് ചെയ്തിട്ട് എന്താണ് ആ വാണിംഗ് ലാമ്പ് എന്നുള്ളത് കാര്യങ്ങളും നോക്കാം. അതുപോലെ എന്തുകൊണ്ടാണ് എഞ്ചിൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളതും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് സ്കാൻ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ DTC വരുന്നതെന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സ്കാൻ ടൂൾ കണക്ട് ചെയ്ത് പരിശോധിക്കുമ്പോഴേക്കും എഞ്ചിനിലൊരു ഹിസ്റ്ററി കോഡ് കാണിക്കുന്നുണ്ട്. ഹിസ്റ്ററിയാണ്, കറണ്ട് കോഡൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കോഡ് എന്താണെന്നുള്ളത് പരിശോധിക്കാം. DTC ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കതിൽ കാണിക്കുന്ന കോഡ് P0201 ആണ്. ഇഞ്ചക്ടർ സർക്യൂട്ട് ഓപ്പൺ സിലിണ്ടർ 1. അത് ഹിസ്റ്ററി. അപ്പോൾ ഇതിന് മുമ്പ് ചിലപ്പോൾ പരിശോധിച്ചപ്പോൾ കംപ്ലർ വല്ലതും ഡിസ്കണ്ട് ചെയ്ത് നോക്കിയതിൻ്റെ കോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഹിസ്റ്ററിയിലായിട്ടാണ് കിടക്കുന്നത് 201. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്കൊരു 3 ഡ്രൈവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ DTCയുടെ കോഡ് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ നിലവിൽ യാതൊരുവിധ കോഡും തന്നെ ഇല്ല. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും കോഡ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് MIL ലാമ്പൊന്നുമില്ല. MIL ലാമ്പൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഓഫാക്കാം. ഒന്നും കൂടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റാർട്ടിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചില കംപ്ലൈൻറ്റ് 3 സ്റ്റാർട്ടിങ് കഴിഞ്ഞാലാണ് നമ്മുടെ കംപ്ലൈൻറ്റ് കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്.
നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും നമുക്ക് DTC അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ എൻജിൻ വൈബ്രേഷൻ ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്ലക്ച്വേഷനോ മറ്റേ RPM ഫ്ലക്ച്വേഷനോ ഒന്നും തന്നെ ഇല്ല. ഒന്നും കൂടി ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാം. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നിലവിൽ യാതൊരുവിധ DTCയോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്കിനി സ്കാൻ റൂൾ ഒന്നും കൂടി നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുവരെ ഒരു കറണ്ടോ പെൻഡിങ്ങോ ഹിസ്റ്ററിയോ DTC ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നമ്മുടെ എൻജിൻ വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു വൈബ്രേഷനിൽ തുടങ്ങി നല്ലോണം ഇങ്ങനെ വൈബ്രേഷൻ കയറി വരും. നമുക്കൊന്ന് എൻജിൻ റൂമിൽ പോയിട്ട് എൻജിൻ റൂമിലെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എൻജിൻ റൂമിൽ വന്നു. എൻജിൻ്റെ മേളത്തെ കവർ ഇങ്ങനെ വലിച്ച് നമുക്ക് പൊക്കാവുന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ 3 ബോൾട്ടും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. കാര്യം നമുക്കിനി വൈബ്രേഷൻ മിസ്സിങ്ങിൻ്റെ അറിയാനായിട്ട് ഇതിൻ്റെ ഇഞ്ചക്ടറുകൾ ഓരോന്ന് പിടിച്ച് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടുത്തെ ബോൾട്ട് ഉരി മാറ്റിയാലേ നമുക്ക് ഈ കപ്ലറുകൾ പുറകോട്ട് ആക്കാനായിട്ടൊരു ഫ്ലെക്സിബിൾ കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടുത്തെ ബോൾട്ടും അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്നും കൂടി കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തേ. കിടന്ന് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഈ ഓരോ ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് നോക്കാൻ പോകണം. ഡിസ്കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും റെസ്പോണ്ട് ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു യെല്ലോ ലോക്ക് ഉണ്ട്. അത് ജസ്റ്റ് പുറകോട്ടാക്കണം. ഈ കാണുന്ന യെല്ലോ ലോക്ക് നമ്മൾ ആദ്യം ജസ്റ്റ് പുറകോട്ടാക്കേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് നമുക്കിത് ഇങ്ങനെ പ്രസ്സാക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? എന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് പുറകോട്ട് ഊരാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഏതൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇഞ്ചക്ടറിനെ ഡിസ്കണക്ട് ചെയ്യുവാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഇനി നമ്മൾ രണ്ടാമത്തേതിനെ ഡിസ്കണക്ട് ചെയ്യാനാണ്. രണ്ടാമത്തെ ഊരിയപ്പോഴേക്കും വാഹനം ഓഫായി പോയി. അപ്പോൾ ഈ ഇഞ്ചക്ടർ വർക്കിംഗ് ആണ്. ഈ ഇഞ്ചക്ടർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായില്ല. ഇതൊന്നും കൂടി കണക്ട് ചെയ്താൽ എൻ്റെ ഇത് രണ്ടും നോക്കാം. ഓക്കെ, കണക്ട് ചെയ്തിട്ടു. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതും നോക്കാം. മൂന്നാമത്തെ ഊരണയാണ് കട്ട് ചെയ്തു. അപ്പോൾ ഈ മൂന്നാമത്തെ ഊരിയപ്പോഴും വാഹനം ഓഫായി പോയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നാലാമത്തെ ഊരണയാണ്. നാലാമത്തെ ഇഞ്ചക്ടർ ഊരിയിട്ടു. എന്നിട്ട് യാതൊരു കുഴപ്പമില്ല. ഫസ്റ്റത്തെ ഊരിയപ്പോഴും കുഴപ്പമുണ്ടായില്ല. അതൊന്ന് ഊരി നോക്കാം. ഉണ്ടോ? ഈ വണ്ടി ആകെ ഈ 2 സിലിണ്ടറിലാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെയും നാലാമത്തെയും ഇഞ്ചക്ടർ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഓൾറെഡി ഇതിൽ നമ്പറൊക്കെ ഇട്ടത് ഓൾറെഡി ഇഞ്ചക്ടർ എന്തോ ചേഞ്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ 3 കാണുന്നത്. അപ്പോൾ ഇതിൽ 3ഉം ഇപ്പുറത്തെ ഇഞ്ചക്ടർ 4ഉം തമ്മിൽ അങ്ങാടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ അങ്ങാടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എവിടെയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അങ്ങാടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നോക്കിയതായിരിക്കണം ഇഞ്ചക്ടർ വർക്ക് ചെയ്യാതെ. അപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോഴേ നമുക്ക് ഒന്നാമത്തെയും നാലാമത്തെയും സിലിണ്ടർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആ 2 ഇഞ്ചക്ടറും നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഈ 2 ഇഞ്ചക്ടറിൻ്റെയും കണക്ഷൻ നമ്മൾ ECM ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതിൻ്റെ ഓരോ ഇഞ്ചക്ടറിലും 2 വയർ വെച്ചാണ് വരുന്നത്. ഈ 2 വയറും വരുന്നത് ECMലോട്ടാണ്. അപ്പോൾ ECM ആണ് ഈ 2 ഇഞ്ചക്ടറിനുള്ള സിഗ്നൽ കൊടുക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്നത് ECM തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതിൽ 2 പിന്നാണ് വരുന്നത്. ഈ 2 പിന്നും ത്രൂ ECMലോട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ എല്ലാ ഇഞ്ചക്ടറിൻ്റെയും ഈ കാണുന്ന ഈ ഒരു സോക്കറ്റിൽ എഞ്ചിൻ വയറിംഗ് കിറ്റിൽ നിന്ന് വരുന്ന ആ സോക്കറ്റിലാണുള്ളത്. ഈ എല്ലാ ഇഞ്ചക്ടറിൽ നിന്നും വരുന്ന 2 വയർ വീതമുള്ള കണക്ഷനെല്ലാം ആ സോക്കറ്റിലുണ്ടാവും. അപ്പോൾ നമുക്കിനി ഫസ്റ്റത്തെ ഇഞ്ചക്ടറിൻ്റെ ഈ കണക്ഷൻ നമുക്ക് ECMലോട്ട് ഉണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കണം. ഒന്നാമത്തേയും നോക്കണം, നാലാമത്തേയും നോക്കണം. കാര്യം 2ഉം 3ഉം നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ ഇഗ്നേഷനൊക്കെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കപ്ലറിൻ്റെ താഴത്തുള്ള ഈ കവർ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ള വയർ കാണാൻ പറ്റും.
ഞാൻ എൻ്റെ ക്ലിപ്പ് അഴിച്ച് മാറ്റാം. ഞാൻ എല്ലാത്തിൻ്റെയും ഇതുപോലെ കവർ അഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തേൻ്റെയും നാലാമത്തേൻ്റെയും മതി. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലാം ഊരി വെച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ കളർ നമുക്ക് നോക്കാം. പിങ്ക് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റും ഗ്രേ വൈറ്റുമാണ്. ശരിക്കും കറക്റ്റ് കളർ എന്ന് പറയുന്നത് വരുന്നത് വൈറ്റ് ഗ്രേ വൈറ്റാണ്. രണ്ടാമത്തെ കളർ വരുന്നത് യെല്ലോ ബ്ലാക്കാണ്. മൂന്നാമത്തെ വരുന്നത് ഗ്രീൻ വൈറ്റ് ഗ്രീനാണ്. കണ്ടില്ലേ, ഗ്രീൻ ഇവിടെ കാണിക്കുന്നുണ്ട്, വൈറ്റ് ഗ്രീനാണ്. അതുപോലെ നാലാമത്തെ വരുന്നത് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്കാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ശരീരം. വൈറ്റ് ഒരു നമുക്ക് പിങ്ക് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യണത്. കളറ് ഹീറ്റൊക്കെ ആയിട്ട് മാറിപ്പോയേക്കണതാണ് സംഭവം. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റും ഗ്രേ വൈറ്റും, നമുക്ക് ബ്രൗൺ പോലെ തോന്നും ഗ്രേ ഇപ്പം. ഓക്കെ, സംഭവം വൈറ്റും ഗ്രേ വൈറ്റുമാണ്. വൈറ്റാണ് ഫസ്റ്റത്തെ പിന്ന്, ഗ്രേ വൈറ്റ് സെക്കൻഡത്തെ പിന്ന്. അതുപോലെ തന്നെ ലാസ്റ്റത്തെ നാലാമത്തെ ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റ് പിന്നെന്ന് പറയുന്നത് ബ്ലാക്കാണ്, സെക്കൻഡ് പിന്നെന്ന് പറയുന്നത് വൈറ്റിൽ ബ്ലാക്കാണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഒന്നാമത്തെ പിന്ന്, രണ്ടാമത്തെ പിന്ന്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡും തേർഡും ഞാൻ പറഞ്ഞു. യെല്ലോ ബ്ലാക്കും അതുപോലെ തന്നെ ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് ഗ്രീനും, ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ കണക്ഷൻ രണ്ടും ECMലോട്ട് വരുന്നുണ്ടോ നോക്കണം. അപ്പോൾ ECMൻ്റെ കപ്ലർ ഞാനൊന്ന് ഡിസ്കണക്ട് ചെയ്യണമാണ്. നമുക്ക് നെഗറ്റീവ് ഒന്ന് പിടിച്ചിടാം. അതിനുശേഷം നമുക്ക് കപ്ലർ ഡിസ്കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കേസ് നോക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഇഞ്ചക്ടറിലോട്ടുള്ള സപ്ലൈ എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇഞ്ചക്ടറിലോട്ട് എല്ലാം സപ്ലൈ വരുന്നത് ECMൽ നിന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇഞ്ചക്ടർ വർക്ക് ചെയ്യാതിരിക്കാം. ഒന്ന്, ഇതിലേക്ക് സപ്ലൈ വരാതിരിക്കാം, അല്ലെങ്കിൽ സപ്ലൈ വന്നിട്ടും ഇഞ്ചക്ടർ വർക്ക് ചെയ്യാതിരിക്കാം. അപ്പോൾ നമുക്കിതിൽ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം തന്നെ പരിശോധിക്കണം. സപ്ലൈ എന്ന് പറയുന്നത് ഇതിൽ പോസിറ്റീവും നെഗറ്റീവും പൾസ് ആയിട്ടാണ് വരുന്നത്. അത് ECMൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പെട്രോൾ വണ്ടികളിലെല്ലാം ഒരു പോസിറ്റീവ് മെയിൻ റിലേ എന്ന് വന്ന് കിടക്കും. അതുപോലെയൊന്നുമില്ല, ഇതിന് രണ്ട് ലൈനും വരുന്നത് ECMൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് രണ്ട് രീതി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, ഇതുപോലെ ഒരു പ്രസ്സിംഗ് ബൾബിൻ്റെ ഒരു ടെസ്റ്റ് ലാമ്പ്, ഒരു ബൾബ് അതിൻ്റെ രണ്ട് കണക്ഷനും. അതുകൂടാതെ ഉള്ളത് ഇതുപോലൊരു LED ലൈറ്റാണ്. ഇതൊന്നുമില്ല, നമ്മൾ 12 വോൾട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 1 ഗിയർ റെസിസ്റ്റർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ പൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രസ്സിംഗ് ബൾബിൻ്റെ ഒരു ടെസ്റ്റ് ലാമ്പ് എടുക്കാം. ഇതിൻ്റെ രണ്ട് ബൾബിൻ്റെ രണ്ട് അറ്റത്ത് നമ്മൊരു പിൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ കപ്ലറും റിമൂവ് ചെയ്തിട്ടിരിക്കുന്നത്. കാര്യം നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും സെക്കൻഡും തേർഡും വർക്ക് ചെയ്യുന്ന കാരണം വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ എല്ലാ ഇഞ്ചക്ടറിൻ്റെ കണക്ഷനും ഡിസ്കണക്ട് ചെയ്തിട്ടു. ഇനി ഫസ്റ്റ് ഇഞ്ചക്ടറിൻ്റെ പിന്നിലേക്ക് നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ രണ്ട് പിന്നും കണക്ട് ചെയ്തിടുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി വണ്ടി ക്രാങ്ക് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും ഇതിൽ പൾസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇങ്ങനെ മിന്നി നല്ല രീതിയിൽ പ്രകാശിച്ച് ഇങ്ങനെ മിന്നി പോവും. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. എൻജിൻ ക്രാങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് യാതൊരുവിധ ലൈറ്റ് ബ്ലിങ്കിങ്ങും നമുക്ക് അതിൽ കാണുന്നില്ല. അതായത് ഫസ്റ്റത്തെ സിലിണ്ടറിലേക്ക് യാതൊരുവിധ പൾസും വരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ കണക്ഷനിലും നമ്മുടെ ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്തു. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ക്രാങ്ക് ചെയ്യുന്നുണ്ട്, അതിലും യാതൊരുവിധ പൾസും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് സെക്കൻഡും തേർഡും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇഞ്ചക്ടറിലോട്ടും നമ്മുടെ ടെസ്റ്റ് ലാമ്പിൻ്റെ വയർ കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ക്രാങ്ക് ചെയ്യാം. നമ്മൾ ക്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ക്രാങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ആ മൊബൈൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ പൾസ് വരുന്നതാണ്, വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൾസ് വോൾട്ട് വരുന്നതാണ് ആ കാണുന്നത്. ഇനി നമ്മൾ തേർഡ് ഇഞ്ചക്ടറിൻ്റെ കണക്ഷനിലും അതുപോലെ തന്നെ പിന്നെ കണക്ട് ചെയ്തിട്ട് അതിലും വരുന്നുണ്ടാകും നോക്കുകയാണ്. വേണ്ടി നമുക്ക് ക്രാങ്ക് ചെയ്യാം. വണ്ടി ക്രാങ്കിനാണ്. ഇതിലും അതുപോലെ സെക്കൻഡ് സിലിണ്ടറിൽ വന്ന പോലെ തന്നെ പൾസ് തേർഡിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴേക്കും ഫസ്റ്റ് സിലിണ്ടറിലും ഫോർത്ത് സിലിണ്ടറിലും യാതൊരുവിധ പൾസും കിട്ടിയില്ല. പക്ഷേ സെക്കൻഡിലും തേർഡിലും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നതും. ഇനി നമ്മൾ ഇതിൽ ടെസ്റ്റ് ലാമ്പ് LED ടെസ്റ്റ് ലാമ്പ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ്. കാര്യം DTC എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ LED ടെസ്റ്റ് ലാമ്പ് വെക്കുമ്പോഴേക്കും മനസ്സിലാവും. ഞാൻ LED ടെസ്റ്റ് ലാമ്പ് വെച്ചു. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്, ക്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും LED എങ്ങനെയാണ് പ്രകാശിക്കുന്നതെന്ന് നോക്കാം. എൻജിൻ ക്രാങ്ക് ചെയ്യാനാണ്.
ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അതിൽ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ഒരു പവർ ഇല്ലാത്ത രീതിയിൽ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ടാവും. ഇനി ഞാൻ ഇതിൽ നമ്മുടെ സെക്കൻഡ് സിലിണ്ടറിലൊന്ന് വെച്ചിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രാങ്ക് ചെയ്യാം. ലൂസ് വരാത്ത രീതിയിൽ പിടിക്കണേണ്. നമ്മൾ ഇനി എൻജിൻ ക്രാങ്ക് ചെയ്യാൻ പോകണേണ്. വണ്ടി ക്രാങ്ക് ചെയ്യാനാണ്. ഇതിൽ നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോഴേക്കും നല്ല പവർഫുള്ളായിട്ട് തന്നെ അതിൻ്റെ പ്രകാശം വരുന്നത് നിങ്ങൾക്ക് ആ ബൾബിൽ നിന്ന് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ പൾസ് വരുന്നുണ്ട്. ഫസ്റ്റിലും ഫോർത്തിലും ഇതുപോലെ ചെറിയൊരു പൾസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇഞ്ചക്ടർ വർക്ക് ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പവർ അതിലില്ല. അപ്പോൾ ഒട്ടും വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ DTC വന്നേനെ. ഇതിൽ ചെറിയ രീതിയിൽ വരുന്നത് കൊണ്ടാണ് DTC വരാതിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വോൾട്ട് അതിൽ കൂടി കിട്ടുന്നുമില്ല. ഒരു ഓസിലോസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിലോട്ട് വരുന്ന പൾസും വോൾട്ടും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഓസിലോസ്കോപ്പ് ഉണ്ടാവണമെന്നില്ല, എൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലെ ടെസ്റ്റ് ലാമ്പ്, ഇതുപോലെ പ്രസിംഗ് ബൾബിൻ്റെ ഒരു ടെസ്റ്റ് ലാമ്പ് വെച്ച് നമുക്ക് ഇതിലോട്ട് പൾസ് വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ സാധിക്കും. LED വെച്ച് നോക്കണ്ട, കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ടെസ്റ്റ് ലാമ്പ് മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ പൾസ് പ്രോപ്പറായിട്ട് വരാതിരിക്കാൻ രണ്ട് കാരണമുണ്ടോ. ഒന്നല്ല ഇതിൻ്റെ വയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും വരാതിരിക്കാം, അല്ലെങ്കിൽ ECMൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും വരാതിരിക്കാം. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റത്തെയും ഫോർത്തത്തെയും ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻ ECMുമായിട്ട് പ്രോപ്പറായിട്ടാണോ വരുന്നത് ഇല്ല എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് അതിന് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ നേരെ ECMലോട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കണക്ഷൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഇതിൽ ഈ കാണുന്ന ഈ ചെറിയ ECMൻ്റെ സോക്കറ്റാണ് നമുക്ക് കഴിക്കേണ്ടത്. ആ യെല്ലോ ലോക്ക് മാറ്റിയിട്ട് ഈ ലോക്ക് ഇങ്ങനെ ജസ്റ്റ് മേളോട്ടാക്കിയാൽ മതി. ഇതിൻ്റെ അടിയിലത്തെ ലിവറും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ എളുപ്പം ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണക്ഷൻസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. വല്ല ക്ലാവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമുക്ക് ECMൻ്റെ പിന്നിൻ്റെ ഉള്ളിലോട്ടും ജസ്റ്റ് നോക്കണം, നമ്മുടെ കപ്ലറിൻ്റെ അവിടെയും നോക്കണം. അപ്പോൾ അതിനൊന്നും യാതൊരു ഇത് അബ്നോർമാലിറ്റിയും കാണുന്നില്ല. അപ്പോൾ ഈ ECMൻ്റെ കപ്ലറിൽ ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻ എവിടെയാണ് വന്നതെന്ന് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ പിന്നിൻ്റെ നമ്പറൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കപ്ലർ പിടിക്കുക. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 പിന്ന് വലുതും അത് കഴിഞ്ഞ് ചെറുതും പിന്നെ ലാസ്റ്റ് ഒരു വലുതും ഈ ഇങ്ങനെ ഈ രീതിയിൽ പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത് കൗണ്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ കപ്ലർ തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു പിന്ന് വലുതും അത് കഴിഞ്ഞ് ചെറുത് അങ്ങനെ വെക്കരുത്. ഈ രീതിയിൽ, അതായത് ഈ 5 പിന്ന് ആദ്യം വന്നിട്ട് ചെറിയ പിന്ന് പിന്നെ വലിയ പിന്ന് ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യുക. 15 എണ്ണം വരുന്ന സെറ്റാണ് അത്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഇഞ്ചക്ടറിൻ്റെ ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ കപ്ലർ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ 1, 2 അതുപോലെ ഈ 4ാമത്തെ കപ്ലർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും ആദ്യത്തെ പിന്ന് 2ാമത്തെ പിന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് ഇഞ്ചക്ടറിൻ്റെ ആദ്യത്തെ പിന്ന് ECMൻ്റെ ഏത് പിന്നിലോട്ടാണ് പോകുന്നതെന്ന് നോക്കണം. സെക്കൻഡ് പിന്ന് ഏത് പിന്നിലോട്ടാണ് പോകുന്നതെന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തെ പിന്നിൻ്റെ വയർ കളർ വരുന്നത് വൈറ്റ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് പിന്ന് വന്നിട്ട് ECMൻ്റെ ഈ കപ്ലറില്ല, നമ്മൾ മേളിൽ നിന്ന് എണ്ണുമ്പോഴേക്കും 2ാമത്തെ പിന്ന്. ഓക്കെ, മേളിലത്തെ 2ാമത്തെ വലിയ പിന്നാണ് ഈ നമ്മുടെ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് വരുന്നത്. സെക്കൻഡ് പിന്ന് വരുന്നത് ECMൻ്റെ കപ്ലറിൻ്റെ 2ാമത്തെ ലെയറിൽ 2ാമത്തെ, അതായത് നമ്പർ പറയുമ്പോഴേക്കും മേളിൽ 15 താഴത്ത് 16 17 17ാമത്തെ പിന്നും 2ാമത്തെ പിന്നുമാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇഞ്ചക്ടറിൽ നിന്നുള്ള വയർ. ഫസ്റ്റത്തെ ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് 2, സെക്കൻഡത്തെ പിന്ന് അതിൽ 17. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ്, അതായത് ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് വരുന്നത് ECMൻ്റെ നമ്മുടെ ആദ്യത്തെ ലെയറിൽ ആദ്യത്തെ പിന്ന്, അതായത് ഫസ്റ്റ് 1ാമത്തെ പിന്നിലോട്ടാണ് 4ാമത്തെ ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റ് പിന്ന് വരുന്നത്. 4ാമത്തെ ഇഞ്ചക്ടറിൻ്റെ സെക്കൻഡ് പിന്നിൻ്റെ കണക്ഷൻ വരുന്നത് ECMൻ്റെ കപ്ലറിലെ 2ാമത്തെ ലെയറിലെ 1ാമത്തെ പിന്ന്, അതായത് നമ്പർ പറയുമ്പോൾ മേളിൽ 15 താഴത്ത് ഫസ്റ്റത്തെ 16. അപ്പോൾ 1ാമത്തെ പിന്നും 16ാമത്തെ പിന്നുമാണ് 4ാമത്തെ ഇഞ്ചക്ടറിൻ്റെ കണക്ഷനായിട്ട് വരുന്നത്. അതുപോലെ ഫസ്റ്റത്തേൻ്റെ 2ഉം അതിൻ്റെ തൊട്ട് താഴത്തുള്ള 17ഉം തമ്മിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ഇഞ്ചക്ടറിൻ്റെയും കണക്ഷൻ ECMലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇഞ്ചക്ടറിൻ്റെ ഈ വയറിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓരോ വയറിൻ്റെയും സർക്യൂട്ട് റെസിസ്റ്റൻസ്, അതായത് ടോട്ടൽ റെസിസ്റ്റൻസ്, അതുപോലെ ഓരോ വയറും ബോഡിയായിട്ട് ഷോർട്ട് ഉണ്ടോ, ഓരോ വയറും ബാക്കിയുള്ള ഇഞ്ചക്ടറിൻ്റെ വയറായിട്ട് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ, നമ്മൾ ചെക്ക് ചെയ്യുന്ന വയറിലേക്ക് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് സപ്ലൈ കയറി വരുന്നുണ്ടോ. ഇത്രയും ചെക്കിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ ഓരോ ഇഞ്ചക്ടറിൻ്റെയും കണക്ഷനിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇഞ്ചക്ടറിലോട്ടുള്ള കണക്ഷൻസ് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 ലീഡ് വയർ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇതുപോലെ ബെൻഡായിട്ടാണ്, അത് നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ കപ്ലറിൽ ടൈറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റേ നമ്മുടെ ECMൻ്റെ ഉള്ളിലത്തെ പിന്നിലോട്ട് കയറുന്ന, അതിൻ്റെ കപ്ലറിലെ പിന്നിലേക്ക് കയറുന്ന രീതിയിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മൾട്ടിമീറ്ററിൻ്റെ
വയറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്തിട്ട് ഈ 2 ലീഡിൻ്റെയും കൂടിയുള്ള റെസിസ്റ്റൻസ് ആദ്യം നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്ക് രണ്ടും കൂടി പരസ്പരം ആദ്യം തന്നെ മുട്ടിച്ച് നോക്കണം, കൈയൊന്നും മുട്ടിക്കരുത്. അപ്പോൾ നമുക്കൊരു 0.405 ഓംസ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിട്ടണ വാല്യൂ ആയിട്ട് നമ്മൾ കുറച്ചാലാണ് നമ്മുടെ പ്രോപ്പർ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അത് ഫസ്റ്റ് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്നിലേക്ക് നമ്മൾ മൾട്ടിമീറ്റർ എന്ന് പറയുന്ന പോസിറ്റീവ് പ്രോബിലുള്ള ലീഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ നെഗറ്റീവ് വയർ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ സോക്കറ്റിലെ രണ്ടാമത്തെ പിന്നാണ് ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഒന്നാമത്തെ പിന്നെന്നുള്ളത്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ലീഡ് വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ത് നോക്കിയോ അതേ റെസിസ്റ്റൻസ് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വയർ റെസിസ്റ്റൻസ് നോർമലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. അതുപോലെ ആ വയറും അതായത് ആ ഇഞ്ചക്ടറിൽ തന്നെ രണ്ടാമത്തെ വയറായിട്ട് ഏതെങ്കിലും ഷോർട്ട് ഉണ്ടോ, അതുപോലെ ഓരോ രണ്ടാമത്തേൽ ഒന്നും രണ്ടാമത്തേൻ്റെ രണ്ടും, അതുപോലെ മൂന്നാമത്തേൻ്റെ ഒന്നാമത്തെ വയർ, മൂന്നാമത്തേൻ്റെ രണ്ടാമത്തെ വയർ, നാലാമത്തേൻ്റെ ഒന്ന്, നാലാമത്തേൻ്റെ രണ്ട്, ഈ എല്ലാ വയറുമായിട്ടും അത് നമ്മൾ ചെക്ക് ചെയ്യാനാണ്. നമുക്ക് ECM തന്നെ കുത്തി നോക്കാം, പക്ഷേ ECMൻ്റെ പിന്ന് ലൂസാകും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഇഞ്ചക്ടറിൽ കുത്തുന്നത്. ഈ പിന്ന് ഇത്തിരി നല്ലതായത് കാരണം അത് പെട്ടെന്ന് ചീത്തയാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഇതിലും കുത്തി നോക്കണേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കുന്നുണ്ടോയെന്ന് അറിയാൻ. അപ്പോൾ നാലാമത്തേലാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വാല്യൂയും വരുന്നില്ല. അപ്പോൾ വേറെ ഇഞ്ചക്ടറിൻ്റെ വയറായിട്ടൊന്നും ഒരു ഷോർട്ടില്ല. നമ്മുടെ ഒന്നാമത്തെ പിന്ന് മാത്രമായിട്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ സർക്യൂട്ട് റെസിസ്റ്റൻസ് നോക്കിയത്. അത് പ്രോപ്പറായിട്ട് തന്നെ കാണിക്കണമുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വയറും നമ്മൾ ഓൾറെഡി ECMൽ ആ ഒരു വയറിൻ്റെ അറ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് ബോഡിയായിട്ട് ടച്ച് ഉണ്ടാകാൻ നോക്കുകയാണ്. എഞ്ചിൻ്റെ ബോഡിയിൽ നമ്മൾ നോക്കുന്നുണ്ട്, വാഹനത്തിൻ്റെ ബോഡിയിൽ വരുന്ന ഒരു ബോൾട്ടിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു രീതിയിലും എർത്തുമായിട്ടും ആ വയർ ഷോർട്ടില്ല. ഇനി പവർ സപ്ലൈ നോക്കണം, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഫോർത്തിൻ്റെ എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് പവർ സപ്ലൈ നോക്കാം. ഇനി നമുക്ക് ഫസ്റ്റത്തെ ഇഞ്ചക്ടറിൻ്റെ രണ്ടാമത്തെ വയറും അതിൻ്റെ കണക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വയറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ECMൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് ലെയറിലത്തെ സെക്കൻഡ് പിന്ന് 17ാമത്തെ പിന്നാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തേന്ന് ഊരി നേരെ അതിൻ്റെ താഴത്തുള്ള 17ാമത്തേൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കുമ്പോഴും 0.5 എന്നുള്ള വാല്യൂ ആണ്. ആ റെസിസ്റ്റൻസും പ്രോപ്പറായിട്ട് തന്നെയുള്ള വാല്യൂ ആണ് കാണിക്കുന്നത്. ആ വയറിനും ഹൈ റെസിസ്റ്റൻസോ ലോ റെസിസ്റ്റൻസോ അങ്ങനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. പിന്നെ മറ്റുള്ള പിന്നുമായിട്ട് നമ്മൾ ആദ്യത്തെ എന്ത് നോക്കി അതുപോലെ തന്നെ ഈ എല്ലാ ഇഞ്ചക്ടറിൻ്റെയും കണക്ഷൻസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലും നാലാമത്തേലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. എല്ലാം ചെക്ക് ചെയ്തു, ലാസ്റ്റത്തെ ഫോർത്ത് അതിലും ഇല്ല. അപ്പോൾ അതിനും വേറെ ഇഞ്ചക്ടറായിട്ടൊന്നും ഷോർട്ടില്ല. നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ ബോഡിയായിട്ട് എഞ്ചിൻ്റെ ബോഡിയായിട്ട് നമ്മൾ എർത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നു. ആ എർത്തും നമുക്കതിൽ പ്രോപ്പറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എർത്തുമായിട്ടും ഷോർട്ടില്ല. അതിന് പവർ സപ്ലൈ മാത്രമാണ് നോക്കാനുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് നോക്കാം. ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്നും നമ്മുടെ സോക്കറിലെ ആദ്യത്തെ പിന്നുമാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്, ECMൻ്റെ ആദ്യത്തെ പിന്ന്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഇതുപോലെ 0.05-6 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസ് നമുക്ക് ഓക്കെയാണ്, നോർമൽ വാല്യൂ തന്നെയാണ്. ഇനി നമ്മൾ അതർ പിൻസ് നോക്കുക, അതായത് ബാക്കിയുള്ള ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻസായിട്ട് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ നോക്കുക, നോർമലായിട്ട് ചെക്ക് ചെയ്ത പോലെ തന്നെ ബോഡിയായിട്ട് നോക്കുക, പവർ സപ്ലൈ കയറി വരുന്നുണ്ടോ നോക്കുക. ഈ ചെക്കപ്പാണ്. പവർ സപ്ലൈ മാത്രം നമ്മൾ ലാസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ സെക്കൻഡ് പിന്നും ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പിന്നും ഫസ്റ്റത്തെ പിന്ന് ബോഡിയായിട്ട് ഷോർട്ട് കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല. അത് നോർമൽ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പിന്നിലും കണക്ട് ചെയ്യാം. അത് നേരത്തെ ചെക്ക് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. ബാക്കിയുള്ള പിന്നുമായിട്ട് ഷോർട്ടുണ്ടോ ബോഡിയായിട്ട് ഷോർട്ടുണ്ടോ സപ്ലൈ വരുന്നുണ്ടോ, ഇത്രയും ആണുള്ളത്. അതിൻ്റെ പിന്ന് വരുന്നത് നേരത്തെ പറഞ്ഞു ECMൻ്റെ താഴത്തെ ലെയറിൽ ആദ്യത്തെ പിന്ന്, അതായത് 16ാമത്തെ പിന്നാണ്. അപ്പോൾ നമ്മൾ അതിലും റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാനാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. അതും വ്യത്യാസമില്ല, 0.5 എന്നുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഓക്കെയാണ്. ബാക്കി ഇനി വയറായിട്ട് നോക്കി അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കാണിക്കുന്നുണ്ടോ എന്നും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ വയറായിട്ട് നോക്കി, അതുപോലെ എല്ലാ ഇഞ്ചക്ടറിലും നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഇടക്കിടക്ക് സ്പീഡിൽ കാണിക്കുന്നതാണ്. നാലാമത്തെ ഇഞ്ചക്ടറിൽ നോക്കി നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ആയിട്ടൊന്നും വന്നിട്ടില്ല. ബോഡിയായിട്ട് നമുക്ക് ഷോർട്ട് കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. വണ്ടിയുടെ ബോഡിയായിട്ടും നമ്മൾ രണ്ട് എഞ്ചിനിലും വാഹനത്തിൻ്റെ ബോഡിയിലും ഉണ്ടെന്ന് ഒരിടത്ത് കൊടുത്താൽ മതി, എന്നാലും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ട് ഇഞ്ചക്ടറിൻ്റെ വയർ പ്രോപ്പറായിട്ട് തന്നെയാണ് നമ്മുടെ ECMലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ വയർ കട്ടോ വയറിൽ റെസിസ്റ്റൻസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ കണക്ഷനിലേക്ക് ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് വയറായിട്ട് ഷോർട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി നമുക്കിനി വോൾട്ടേജിലിട്ട് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യണം. ബാറ്ററി ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ECMൻ്റെ കപ്ലർ നമ്മൾ ഇപ്പോഴും കണക്ട് ചെയ്തിട്ടില്ല. മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് പ്രോബ് ഞാൻ ജസ്റ്റ് ബാറ്ററിയിൽ മുട്ടിച്ച് കാണിച്ചു തരാം.
നോക്കാം. ഇതിൽ മില്ലി വോൾട്ട് വരെ കാണിക്കുന്ന മൾട്ടിമീറ്ററാണ്, അതുകൊണ്ട് ആ റീഡിങ് കാണിക്കുന്നത്. നമ്മൾ ബാറ്ററി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് 12.36 വോൾട്ട് വി എന്നുള്ള വാല്യൂ കാണിക്കും. ആ വി എന്നുള്ള വാല്യൂ വരുമ്പോഴേ നമ്മൾ അത് എടുത്താൽ മതി. മില്ലി വോൾട്ട് നോർമലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്നിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ടറിൻ്റെ അവിടെയും ഊരിയിട്ടിട്ടുണ്ട്. ECM ഡിസ്കണക്റ്റഡ് ആണ്. നമ്മളിനി ഇഗ്നേഷൻ ഓൺ ആക്കുന്നതാണ്. ഇഗ്നേഷൻ ഓൺ ആക്കിയപ്പോൾ അതിലേതെങ്കിലും രീതിയിൽ സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ECM കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഇത് മില്ലി വോൾട്ടാണ്. അത് നമ്മൾ അതിൽ വയറ് ബാറ്ററി ആയിട്ട് ഷോർട്ട് ആവുന്ന രീതിയിൽ എടുക്കരുത്. അതിൽ വോൾട്ട് കാണിക്കും. മൾട്ടിമീറ്ററാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നേനെ. ഈ മൾട്ടിമീറ്ററിൽ മൈക്രോ വോൾട്ട് വരെ കാണിക്കുന്ന കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. ചില സമയത്ത് ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ 2 വയറിലും നോക്കി, രണ്ടിലും പോസിറ്റീവ് കയറി വന്നിട്ടില്ല. അതുപോലെ ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ ആദ്യത്തെ പിന്നിലും നോക്കി, അതിലും വന്നിരുന്ന ഫോർത്ത് ഇഞ്ചക്ടറിൻ്റെ രണ്ടാമത്തെ പിന്നിലും നമ്മൾ ചെക്ക് ചെയ്തു. അതിലും 12 വോൾട്ടായിട്ട് കാണിക്കുന്നില്ല. ഷോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 12 വോൾട്ട് ആ റേഞ്ച് പ്രോപ്പർ വോൾട്ടായിട്ട് തന്നെ കാണിക്കും, മില്ലി വോൾട്ട് അല്ലാതെ. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ 2 ഇഞ്ചക്ടറിൻ്റെ കണക്ഷനും ഒരു രീതിയിലും ഷോർട്ടില്ല. ബോഡി ആയിട്ടോ പവർ സപ്ലൈ ആയിട്ടോ സർക്യൂട്ടിൽ എന്തെങ്കിലും റെസിസ്റ്റൻസോ അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഈ ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻസ് എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി വരാനുള്ള സാധ്യത ECM മാത്രമാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ECM നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് അഴിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. റിപ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മാറണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കിനി ഇഗ്നേഷനൊക്കെ ഓഫ് ചെയ്ത് ബാറ്ററി ടെർമിനലൊക്കെ പിടിച്ച് നമുക്ക് ECM അഴിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ഇഗ്നേഷനൊക്കെ ഓഫാക്കി ടെർമിനൽ ഒരു ഇനി ഇതിൻ്റെ ഈ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് ECM ഡിസ്കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റത്തെയും 4ാമത്തെ ഇഞ്ചക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളതിൽ 2ാമത്തെ ഇഞ്ചക്ടറിൻ്റെയും 3ാമത്തെ ഇഞ്ചക്ടറിൻ്റെയും കണക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ 2ാമത്തെ ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് വരുന്നത് നമ്മുടെ ECMൻ്റെ കപ്ലറിലെ 3ാമത്തെ ലെയർ. ആദ്യത്തെ 2 ലെയർ നമ്മൾ നേരത്തെ പറഞ്ഞു. 3ാമത്തെ ലെയറിൽ 2ാമത്തെ പിന്ന്, ഫസ്റ്റത്തെ പിന്ന് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് വരുന്നത് 3ാമത്തെ ലെയറിൽ 2ാമത്തെ പിന്ന്. അതായത് നമ്പർ വരുന്നത് 32, മേളിൽ 30, 31, 32 ആണ് നമ്മുടെ 1 വരുന്നത്. ഇനി 2ാമത്തെ ഇഞ്ചക്ടറിൻ്റെ 2ാമത്തെ പിന്ന് വരുന്നത് 4ാമത്തെ ലെയർ, അതായത് ഏറ്റവും അവസാനത്തെ ലെയറിൽ 2ാമത്തെ പിന്ന്, നമ്പർ വരുന്നത് 47. അപ്പം 32ഉം 47ഉമാണ് നമ്മുടെ സെക്കൻഡ് ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻസ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് ഇഞ്ചക്ടറിൻ്റെ നോക്കാം. തേർഡ് ഇഞ്ചക്ടറിൻ്റെ ഫസ്റ്റത്തെ പിന്ന് വരുന്നത്, ഇങ്ങനെ പിടിക്കാം, ഫസ്റ്റത്തെ പിന്ന് വരുന്നത് നമ്മുടെ സോക്കറ്റിലെ 3ാമത്തെ ലെയറിൽ ആദ്യത്തെ പിന്ന്, അതായത് 31ാമത്തെ പിന്ന്. അതുപോലെ 2ാമത്തെ പിന്ന് വരുന്നത്, ഇതിൻ്റെ ഈ 2ാമത്തെ പിന്ന് വരുന്നത് ECMൻ്റെ സോക്കറ്റില്ല, 4ാമത്തെ ലെയറിൽ ആദ്യത്തെ പിന്ന്, നമ്പർ വരുന്നത് 46. അപ്പം 31ഉം 46ഉമാണ് 3ാമത്തെ സിലിണ്ടർ. സെക്കൻഡ് സിലിണ്ടർ വരുന്നത് 32ഉം 47ഉം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് സിലിണ്ടറിൻ്റെ കണക്ഷൻ വരുന്നത് 2ാമത്തെയും 17ാമത്തെയും, ഫോർത്ത് സിലിണ്ടറിൻ്റെ കണക്ഷൻ വരുന്നത് 1ാമത്തെ പിന്നും 16ാമത്തെ പിന്നും. അപ്പോൾ ഇങ്ങനെയാണ് ECMൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി കവറൊക്കെ അഴിച്ചിട്ട് ECM ഊരിയെടുക്കാം. അപ്പോൾ നമ്മളതിൻ്റെ കവറൊക്കെ ഊരിയെടുത്തു. അതിൻ്റെ അവിടെ ഒരു ബോക്സിലായിട്ടാണ് ECM ഇരിക്കുന്നത്. ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ താഴത്ത് 8ൻ്റെ 4 ബോൾട്ടും അതുപോലെ ഉള്ളിൽ 2 10ൻ്റെ നെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അഴിച്ച് നമ്മൾ ECM ഊരിയെടുത്തിട്ടുണ്ട്. ഇനി കവറിൻ്റെ ഉള്ളിൽ നിന്ന് ECM എടുക്കണമെങ്കിൽ ഈ കാണുന്ന 4 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ആ കവറിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ECM ഊരിയിടാം. കാര്യം വെള്ളം എൻ്റെ ഭാഗമാണ് ഇത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും വെള്ളം കയറാത്ത രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ECM റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ECM ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ECM എന്തോ കാര്യത്തിന് റിപ്പയർ ചെയ്തായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് 2ാമത്തെ ഓണറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പുള്ളിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ECM നമുക്ക് ഊരിയ പാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാറാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാര്യം ഇതിന് റിപ്പയർ ചെയ്യുന്നതിന് നല്ല കോസ്റ്റ് പറയുന്നുണ്ട്. എന്തോ 11 രൂപ 12 രൂപയൊക്കെ റിപ്പയർ ചെയ്യാനാവുമെന്ന് പറയുന്നുണ്ട്. പുതിയതിന് 21 രൂപ 22 രൂപ റേഞ്ച് അങ്ങോട്ട് വിലയുള്ളൂ. അപ്പോൾ ഇത് റിപ്പയർ ചെയ്താൽ തന്നെ അതിന് വേറെ വാറൻറ്റി ഗ്യാരൻറ്റി ആരും കൊടുക്കൂല. അപ്പോൾ അത് കാരണം മിക്ക കസ്റ്റമേഴ്സും ഇത്ര വിലയുള്ളത് കാരണം പുതിയതാക്കിക്കോ മാറിക്കോ എന്നുള്ളതാണ് പറയാറ്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ECM കൊണ്ടുപോയി റിപ്പയർ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ബോണ്ടിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. പുള്ളിയുടെ ഇന്നെന്തോ 11 രൂപ 12 രൂപ എന്തോ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി വാഹനം വിൽക്കാൻ പോകുന്നതുകൊണ്ടാണ്, ഈ കസ്റ്റമർ വാഹനം സെയിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പുള്ളിക്ക് ഇനി പുതിയത് വാങ്ങാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് റിപ്പയർ ചെയ്തുകൊണ്ട് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഴയ പോലെ എല്ലാം കണക്ഷനും കൊടുക്കാൻ പോകണേണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്ത് ബാറ്ററി ടെർമിനലും ECM കൊടുത്തിട്ട്
നമ്മുടെ ഫസ്റ്റത്തേലോട്ടും നാലാമത്തേലോട്ടും കറക്റ്റായിട്ട് സപ്ലൈ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കാര്യം നമ്മൾ ശരിയാക്കി കൊണ്ടുവന്നിട്ട് അത് പ്രോപ്പർ ആയോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമല്ലോ. അപ്പോൾ നമ്മളിനി അതിൽ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടി വാഹനം ക്രാങ്ക് ചെയ്ത് അതിലോട്ട് സപ്ലൈ വരുന്നുണ്ടോ നോക്കാം. നമ്മളായിട്ട് ഷോർട്ട് ചെയ്ത് ECM കംപ്ലൈൻ്റ് ആയി കളയരുത്, പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഫസ്റ്റത്തെ ഇഞ്ചക്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി വാഹനം ഒന്ന് ക്രാങ്ക് ചെയ്യാം. നമ്മൾ ഒരു ഇഞ്ചക്ടറും കണക്ട് ചെയ്തിട്ടില്ല, എല്ലാം ഡിസ്കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ക്രാങ്ക് ചെയ്യാനാണ്. ക്രാങ്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ബൾബിലെ ഫിലമെൻറ്റ് പൾസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തേലായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഇപ്പോൾ സിഗ്നൽ വരുന്നുണ്ട്, പൾസായിട്ടുള്ള സിഗ്നൽ. ഇനി നമ്മൾ നാലാമത്തേൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാലാമത്തേൽ കണക്ട് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് ക്രാങ്ക് ചെയ്യാൻ നോക്കാം. ലൂസൊന്നും ആവാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ക്രാങ്ക് ചെയ്യാനാണ്. ഉണ്ടോ, ഇതിലും പ്രോപ്പറായിട്ട് തന്നെ ഇപ്പോൾ പൾസ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം നോക്കിയപ്പോഴേക്കും ടെസ്റ്റ് ലാമ്പ് വെച്ചപ്പോഴേക്കും ഒന്നാമത്തേലും നാലാമത്തേലും യാതൊരുവിധ പൾസും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വോൾട്ടേജ് പൾസ് രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഇഞ്ചക്ടറിലോട്ടും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് ലോക്ക് ആക്കിയിട്ട് അതിൻ്റെ കവർ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ഇഞ്ചക്ടറിലോട്ടും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോൾട്ടൊക്കെ ഇടാനുണ്ട്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഇഞ്ചക്ടറിലോട്ടുള്ള കണക്ഷനും ECMൻ്റെ കണക്ഷനും എല്ലാം തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മളിനി വാഹനം ക്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. വാഹനം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാഹനം ഒറ്റയടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും എൻജിൻ സ്റ്റാർട്ടിങ് ആയി. എൻജിനിലിപ്പോൾ വൈബ്രേഷനോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ആദ്യം ഊരിയപ്പോഴേക്കും നല്ല രീതിയിൽ കുടയുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ യാതൊരുവിധ വൈബ്രേഷനോ അങ്ങനെ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നോർമൽ ഒരു ഡീസൽ എൻജിൻ്റെ വൈബ്രേഷൻ എന്താണോ അത് മാത്രമേ നമുക്കുള്ളൂ. അബ്നോർമലായിട്ടുള്ളൊരു വൈബ്രേഷൻ ഒന്നും തന്നെ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ എൻജിൻ ECM റിപ്പയർ ചെയ്ത് പ്രോപ്പറാണ്, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. റിപ്പയർ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാത്തത് കാരണം പെട്ടെന്ന് തന്നെ വീണ്ടും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് പകുതി കസ്റ്റമേഴ്സും മടിക്കുന്നത്, പുതിയത് വാങ്ങിച്ചോളാൻ പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് വാറണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും റിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ECM റിപ്പയർ ചെയ്ത് കസ്റ്റമർ കൊണ്ടുവന്ന് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. യാതൊരുവിധ കംപ്ലയിൻറ്റും കാണിക്കുന്നില്ല. ചെക്ക് എഞ്ചിനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പ്രോപ്പറായിട്ട് എഞ്ചിൻ സ്റ്റാർട്ടായി. പ്രോപ്പർ വൈബ്രേഷൻ, നോർമൽ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇഞ്ചക്ടറിൻ്റെ കപ്ലറിൻ്റെ അടിയിലത്തെ കവറൊക്കെ പിടിപ്പിക്കണം. അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ ബോൾട്ട് അടിച്ചിട്ടുണ്ട്, അത് ഇടണം. ഈ ECMൻ്റെ അവിടുത്തെ കവർ പിടിപ്പിക്കണം. ECMൻ്റെ നെറ്റും ECMൻ്റെ ബോൾട്ടും ഒക്കെ ഇട്ട് നമുക്ക് ഈ ഭാഗത്തെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം. നമുക്ക് പഴയ പോലെ എല്ലാം റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കവറും കാര്യങ്ങളും എല്ലാം തന്നെ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ECMൻ്റെ അവിടുത്തെ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഇട്ട് ലോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ ടെർമിനലൊക്കെ മുറുക്കി നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ ലൂസ് ഉണ്ടായിരുന്നതെല്ലാം കൃത്യമായിട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ എഞ്ചിൻ റൂമിലത്തെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് പുഷ് സ്റ്റാർട്ട് വാഹനമാണ്. നമ്മൾ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. ML കാര്യങ്ങളോ ഒന്നും തന്നെ കത്തി നിൽക്കുന്നില്ല. നോർമലായിട്ട് എല്ലാം കെട്ടുപോയി. ബാക്കി വാഹനം നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ടായി കിടക്കുന്നുണ്ട്. യാതൊരുവിധ വൈബ്രേഷനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നോർമൽ സ്റ്റാർട്ടിങ്ങിൽ നോർമൽ ഡീസൽ എഞ്ചിൻ്റെ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചതെന്നും കംപ്ലയിൻറ്റ് എങ്ങനെയാണ് പരിഹരിച്ചതെന്നുള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ തീർച്ചയായിട്ടും ഉപകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.